പവൻ കവർന്ന കേസിൽ പ്രതി പിടിയിൽ. വരന്റെ ബന്ധുവായ യുവതിയാണ് പിടിയിലായത്. കൂത്തുപറമ്പ് വേങ്ങാട് സ്വദേശിനി പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ ഉള്ളത്. കണ്ണൂര് കരിവള്ളൂരിലാണ് ഈ മോഷണം നടന്നിട്ടുള്ളത്. നമ്മൾ വാർത്തയിൽ കേട്ടതുപോലെ തന്നെ വിവാഹ ദിവസം രാത്രി 7 മണിക്കാണ് 30 പവൻ സ്വർണം കാണാതാവുന്നത്. പലരിലേക്കും അന്വേഷണം പോയി. പിന്നീട് അടയാള വിദഗ്ധരൊക്കെ വന്നതിന് ശേഷം പല ആളുകളെയും സംശയിച്ച് വിളിച്ചപ്പോൾ അവസാനം പിടിയിലായിരിക്കുന്നത് ഈ വരന്റെ ഒരു ബന്ധു തന്നെയാണ്. കൂത്തുപറമ്പ് സ്വദേശിനിയായിട്ടുള്ള വരന്റെ ബന്ധുവാണ് ഈ മോഷണ കേസിൽ പിടിയിലായിരിക്കുന്നത്. അവര് പോലീസിന് കൊടുത്ത മൊഴിയാണ് രസം. എന്താ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി? അത്രയും വലിയൊരു സ്വർണം വിറ്റിട്ട് ക്യാഷ് ആക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലെ? അപ്പൊ നല്ല വിലയാണ് സ്വർണത്തിന്. അപ്പൊ അത്രയും കൂടുതലുള്ള സ്വർണം വിറ്റിട്ട് അത് ക്യാഷ് ആക്കാൻ വേണ്ടിയിട്ടല്ല, സ്വർണത്തിനോടുള്ള ഭ്രമമാണ് മോഷ്ടാവിലേക്ക് അല്ലെങ്കിൽ മോഷണത്തിലേക്ക് എത്തിച്ചത് എന്നാണ് വരന്റെ ബന്ധുവായിട്ടുള്ള യുവതി മൊഴി കൊടുത്തിരിക്കുന്നത്. എന്തോ ആവട്ടെ, സ്വർണം തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അത് സ്വർണം ഉപേക്ഷിക്കപ്പെട്ട രീതിയിലാണ് പിന്നീട് സ്വർണം തിരിച്ചു കിട്ടിയത്, മോഷണ മുതൽ തിരിച്ചു കിട്ടിയത്. ഇവിടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കുമ്പോ സ്വന്തമായിട്ട് ഒരു തരി സ്വർണം പോലും ഇല്ലാത്ത പല സ്ത്രീകളും കാണാം. വിവാഹത്തിനൊക്കെ പോകുമ്പോ, വിരുന്നിനൊക്കെ പോകുമ്പോ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്നോ കുടുംബക്കാരിൽ നിന്നോ വലിയ മാല, അതല്ലെങ്കിൽ 1 പവന്റെ സ്വർണം ഈ സഹോദരിക്ക് ഉണ്ടായേക്കാം. പക്ഷെ അതുപോലെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് പോകുമ്പോൾ ഒന്ന് ഗർവ് കാണിക്കണം അല്ലെങ്കിൽ ഗമ കാണിക്കണം എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ള കുടുംബക്കാരിൽ നിന്നോ മറ്റോ 5 പവന്റെ ഒക്കെ അല്ലെങ്കിൽ നല്ല ഓളം തോന്നിക്കുന്ന വലിയ സ്വർണ്ണാഭരണങ്ങളൊക്കെ കടം വാങ്ങിയിട്ട് ഇട്ടിട്ട് പോവാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ മാനസികാവസ്ഥ ഒരു പക്ഷേ സ്വർണത്തിനോടുള്ള ഭ്രമമോ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. ഇന്ന് സ്വർണത്തിന് നല്ല വില കൂടിയ സമയമാണ്. ഇത് നിങ്ങളുടെ സ്വർണമല്ല, അയൽവാസിയുടെ സ്വർണമാണെന്നുള്ളതും കള്ളന്മാർക്കൊന്നും അറിയില്ല. അപ്പൊ അത് ഇങ്ങനെ തുറന്നിട്ട് പോയിട്ട് പോകുന്ന സമയത്ത് ഇന്ന് കള്ളന്മാരെന്ന് വിളിക്കുന്നവരല്ല, പലപ്പോഴും പല രീതിയിലും പണത്തിന് ആവശ്യമുള്ള ആളുകൾ അല്ലെങ്കിൽ ലഹരിക്ക് അടിമപ്പെട്ട ആളുകൾ ലഹരി കിട്ടാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുമ്പോൾ ഇങ്ങനെ പല രീതിയിലാണ് മോഷണം നടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ കാണിച്ച് നെഞ്ചു വിരിച്ച് നടക്കുന്ന സമയത്ത് ഒരു പക്ഷെ ആ സ്വർണം നിങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മോഷ്ടാവ് അവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന സമയത്ത് ഒരു പക്ഷെ ജീവൻ തന്നെ നഷ്ടമായേക്കാം. ബൈക്കിൽ വന്നിട്ട് പൊട്ടിച്ചോടുന്നവരുണ്ട്, അല്ലെങ്കിൽ തള്ളിയിട്ടിട്ട് പൊട്ടിച്ചോടുന്ന ആളുകളുണ്ട്, ചെവിയിൽ നിന്ന് ചെവി മുറിച്ചെടുത്ത് കൊണ്ടുപോയിട്ടുള്ള മോഷ്ടാക്കളുണ്ട്. അപ്പൊ പല രീതിയിൽ അപകടങ്ങൾ അങ്ങനെ വന്നു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ അവനവനിക്ക് 1 പവന്റെ സ്വർണ്ണമാല ഉണ്ടെങ്കിൽ അതിട്ട് പോവുക. ഈ ജാട കാണിക്കാൻ വേണ്ടി അയൽവാസികളൊക്കെ ഇട്ട് പോയിട്ട് എന്ത് കാര്യമാണ് അപ്പൊ അതുകൊണ്ടുള്ളത്? പിന്നെ ചില ആളുകള് സ്വർണ്ണാന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഗ്യാരണ്ടിയുടെ പോലും വലിയ ഓളമുള്ള വലിയ കമ്പക്കാര് പോലത്തെ മാലക്കെട്ട് പോകുന്നത് കാണാറുണ്ട്. ആർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്? ഒരു പക്ഷെ അത് സ്വർണമാണെന്ന് വിചാരിച്ച് അത് മോഷ്ടിക്കാൻ വേണ്ടി വന്നിട്ട് നിങ്ങളിൽ നിന്ന് മോഷ്ടാവ് പിടിച്ചു വലിക്കുന്ന സമയത്ത് അതൊക്കെ പൊട്ടാതെ കഴുത്തിലൊക്കെ കുടുങ്ങിയിട്ട് എന്തിനാണ് ഈ ജീവൻ നഷ്ടപ്പെടുത്തുന്നത്? കഴിവിന്റെ പരമാവധി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും ആഭരണങ്ങൾ ഇട്ടുപോയാൽ അതാണ് നിങ്ങളുടെ തടിക്ക് നല്ലത്. ഇത് ചുമ്മാ പഴയ കാലത്തുള്ള തള്ളാരൊക്കെ ഉണ്ടായിരുന്നു, കുറെ കാതില് കുറെ കഴുത്തിൽ ഇങ്ങനെ ഇട്ടിട്ട് രാജാത്തികളായിട്ട് ഇരുന്നിരുന്നു. ആ കാലൊക്കെ കഴിഞ്ഞു പോയി. ഏറ്റവും സിമ്പിളായിട്ട് വസ്ത്രങ്ങളും അതുപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് ആഭരണങ്ങളും ധരിക്കുന്നവരാണ് കുറച്ചൊക്കെ തൻ്റെ ഉള്ളവർ എന്നാണ് മനഃശാസ്ത്രമൊക്കെ പറയുന്നത്. നിങ്ങൾ നോക്കൂ, നല്ല ഉയർന്ന സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു പക്വതയുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരൊന്നും ഇങ്ങനെ കൂടുതൽ ഈ വേഷം കൊണ്ട് ആർഭാടം കാണിക്കുന്നവരോ അല്ലെങ്കിൽ ഒരുപാട് വാരി വലിച്ച് സ്വർണ്ണാഭരണങ്ങൾ ധരിക്കുന്നവരൊന്നും ആവില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ സ്വർണം തന്നെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതിങ്ങനെ പറയാൻ കാരണം നമ്മൾ വെറുതെ ജാടക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു അഹങ്കാരത്തിന്റെ ഒക്കെ വേണ്ടിയിട്ട് നല്ല ഓളമുള്ള ഗ്യാരണ്ടി ആവട്ടെ സ്വർണ്ണം ആവട്ടെ ഇതൊക്കെ ഇട്ട് പോകുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന എത്രയോ വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്, എത്രയോ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചുമ്മാ എന്തിനാണ് നമ്മൾ നടന്നു പോകുമ്പോൾ ബാക്കിൽ വന്ന് ബൈക്ക് നിർത്തിയിട്ട് ഒരൊറ്റ വലിണ്ട് വലിക്കുമ്പോൾ സ്വർണ്ണക്കാണെങ്കിൽ ഒരു പക്ഷെ പെട്ടെന്ന് പൊട്ടിപ്പോകും. പക്ഷെ നേരെ മറിച്ച് വല്ല ചെമ്പോ അതല്ലെങ്കിൽ ഗ്യാരണ്ടി ഒക്കെ നല്ല പവറുള്ള രീതിയിലൊക്കെ സൃഷ്ടിച്ചതാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയതാണെങ്കിൽ ചിലപ്പോൾ കഴുത്ത് മുറിയാൻ സാധ്യതയുണ്ട്, മുറിവേൽക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ആ വെളിയിൽ നമ്മൾ റോട്ടിലേക്ക് വീണ് പോയാൽ ബാക്കിൽ നിന്ന് വരുന്ന വണ്ടിയൊക്കെ കയറിയിട്ട്
എന്തിനാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നത് എന്നാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അപ്പൊ സ്വർണത്തിനോടുള്ള ഭ്രമം കൂടിയിട്ട് ഇത്രയും മോഷണങ്ങളൊക്കെ നടക്കുന്ന ഒരു അവസ്ഥയും നമുക്കിടയിലുണ്ട്. കല്യാണപ്പുരയിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് സമയത്താണെങ്കിലും പലപ്പോഴും നമ്മൾ കല്യാണത്തിന്റെ തലേ ദിവസങ്ങളിലൊക്കെ വരുന്നവർക്കൊക്കെ തീർത്ത് ഇങ്ങനെ കാണിച്ചെടുക്കും. കണ്ടടി മോളെ നോക്ക്, ഇന്ന ജ്വല്ലറിന്നാണ്, ഇത്രയാണ് പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കും. എന്നിട്ട് പെട്ടെന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അലമാര തുറന്നിട്ട് അങ്ങനെ വെച്ചിട്ട് ഒരൊറ്റ ഓട്ട. അവിടെ ആരാണുള്ളത് എന്താണുള്ളത് ഒന്നും നമുക്കറിയില്ല. കാരണം വിവാഹം എന്ന് പറഞ്ഞപ്പോ അങ്ങനെയൊക്കെയാണല്ലോ, ആര് വരുന്നു എന്ത് വരുന്നു ഒന്നും പറയില്ല. ചിലപ്പോ ബ്യൂട്ടീഷ്യൻ തലേ ദിവസം വന്നിട്ടുണ്ടായിരിക്കും മോളെ ഒരുക്കാൻ വേണ്ടിയിട്ട്, ബ്യൂട്ടി പാർലറിന്റെ ആള് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ അവരെ കൂടെ ആരൊക്കെ വന്നത് നമുക്കറിയില്ല. അപ്പൊ ഒരു പക്ഷെ അവിടെ നമ്മൾ പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോ ഇതേപോലെ നമ്മൾ പല രീതിയിൽ കല്യാണത്തിന് ഇപ്പൊ ഹാങ്കർ ചെയ്യാൻ ആൾക്കാർ വരാറുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള രീതിയിലുള്ള പല പ്രോഗ്രാമിനും ഇപ്പോൾ കുടുംബക്കാർ അല്ലെങ്കിൽ വീട്ടുകാർ മാത്രമൊന്നുമല്ല, നമ്മൾ ഒന്നിച്ച് ഏൽപ്പിക്കുന്ന സമയത്ത് നമുക്ക് മുഖപരിചയമില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായേക്കാം. അപ്പൊ നമ്മുടെ വീട്ടിന്റെ ഉള്ളിലാണെങ്കിലും പുറത്താണെങ്കിലും ഇത് ആരാ എന്താ നമുക്ക് ചോദിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ തിരക്കിൽ എന്ത് ചെയ്യും, അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവിടെ വെച്ചിട്ട് ഒരു ഓട്ട. ചിലപ്പോൾ ഭർത്താവ് വിളിച്ചതായിരിക്കാം, ആരുടെ പിന്നെ പുതുപെണ്ണിന്റെ ഉമ്മയുടെ ഭർത്താവായിരിക്കാൻ വിളിച്ചിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും വേണ്ടപ്പെട്ടവർ പെട്ടെന്ന് വന്നിട്ടുണ്ട്. അവരാൾ വന്നിട്ട് പറയും അതാ വടകരുന്ന് എന്റെ കൂട്ടുകാരികളും എല്ലാവരും വന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ ഉമ്മ പുറത്തേക്കോടും. ഈ സ്വർണ്ണം ചിലപ്പോൾ അവിടെ കട്ടിന്റെ മേലെ വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അലമാരിൽ വെച്ചിട്ട് പെട്ടെന്ന് ഇത് തക്കം പാർത്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കള്ള സ്വഭാവമുള്ള ആരാണ് നമ്മുടെ കൂടെ ഉള്ളത്, കുടുംബത്തിലുള്ളത് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ഇത് തക്കം പാർത്ത് നിൽക്കുന്ന ആളുകളുമല്ലേ അത് ഇപ്പൊ ഈ ഒരു സഹോദരി മുഴുവൻ എടുത്തു പോയി എന്നാ പറയുന്നത്. 1 പവനോ 2 പവനോ ഒന്നുമല്ല, എന്താ ധൈര്യമല്ലേ 30 പവൻ എടുത്തു പോകാനുള്ള ഒരു ധൈര്യം, വല്ലാത്തൊരു ധൈര്യമാണത്. അപ്പൊ ഒരു പക്ഷെ അതിൽ നിന്ന് ചില ആളുകൾ എന്ത് ചെയ്യും, 1 2 എടുത്തിട്ടും എല്ലാം മുങ്ങും. ഫലത്തിൽ ആ കല്യാണപ്പിരയിൽ അന്ന് പങ്കെടുത്ത എല്ലാവരും സംശയത്തിന്റെ നിഴലിലായിരിക്കും. അപ്പൊ കുറെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ചീത്തപ്പേരുകളും അതുപോലെ തന്നെ കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഈ സ്വർണത്തിനോടുള്ള ഒരു എന്താ പറയാ അടങ്ങാത്ത ഭ്രമം അതത്ര നല്ലതൊന്നുമല്ല. അത് പലപ്പോഴും നമുക്ക് ജീവിതം തന്നെ നശിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ജീവൻ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണത്തിനൊക്കെ ഇത്രേ വിലയുള്ള സമയത്ത് കുറെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ജനങ്ങളിൽ നല്ലവര് മാത്രമല്ല ഇത് കാണുന്നത്. മോഷ്ടിക്കുവാനുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് ഒരു പക്ഷെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ കൈ ഇങ്ങനെ തരിക്കും. കാരണം ഒരു ചെറിയ പൊട്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നിന്ന് തിരിയാനുള്ള സൗകര്യമായി എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ഈ കണ്ണൂര് നടന്ന ഈ മോഷണത്തിന്റെ ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഈ രീതിയിൽ സംസാരിക്കുന്നത് പലപ്പോഴും പലരെയും കാണാനുണ്ട്. സ്വന്തം ആഭരണങ്ങളല്ലാതെ മറ്റുള്ളവരുടെയൊക്കെ കടം വാങ്ങിയിട്ട് നാട്ടുകാർ കാണാൻ വേണ്ടിയിട്ടും വീട്ടുകാർ കാണാൻ വേണ്ടിയിട്ടും ചില ആൾക്കാർ പറയും 4 ആള് കൂടിയോടത്തേക്ക് പോവല്ലേ, പിന്നെ എങ്ങനെ എന്തേലും കഴുത്തിലില്ലാതെ പോവാ, എന്ത് വർത്താനത്. നിങ്ങളുടെ കഴുത്ത് ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങളെ ഭയങ്കര സംഭവം പറയാൻ ഒരു പക്ഷെ നിങ്ങൾക്ക് അത്ര ഒരു സ്വർണ്ണാഭരണം എടുക്കാനുള്ള കഴിവില്ല എങ്കിൽ ചെല്ലുന്ന വീട്ടുകാർക്ക് അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് അറിയില്ല ഇതൊക്കെ വാങ്ങിയിട്ടു വന്നതാന്നുള്ളത്. എന്തിനാ വെറുതെ ആ ഒരു നാണക്കേടിന് നിൽക്കുന്നത്? അതിനേക്കാൾ നല്ലത് ഉള്ളത് സിമ്പിളായിട്ട് പോയാൽ പാവം ഉമ്മ അല്ലെങ്കിൽ പാവം ഒരു സ്ത്രീ ആയിട്ട് ആ സഹോദരി പാവാണ് അവള്. അങ്ങനെ അഹങ്കാരം ചാടൊന്നുമില്ല, എന്താ ഉള്ളത് അത് ഉപയോഗിച്ച് വരുന്ന ഒരു സ്വഭാവമാണ്. അതിനപ്പുറം നമ്മളിങ്ങനെ അഹങ്കാരം കാണിക്കാൻ വേണ്ടി നാട്ടുകാരും വീട്ടുകാരൊക്കെ വാങ്ങിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അപ്പുറത്തുനിന്ന് നമ്മളെ കുറിച്ച് പറയുന്നുണ്ടാവുക, എന്താ ആരുടെയൊക്കെ കടം വാങ്ങിയിട്ടാണ് ഇങ്ങനെ ആന എഴുന്നള്ളിയ പോലെ വന്ന് നിൽക്കുന്നത്, എന്താണ് അഹങ്കാരം. സ്വന്തമായിട്ടൊന്നും ഇല്ലാതെ നാട്ടുകാരെ വാങ്ങി വന്നിട്ട് ഇങ്ങനെ അഹങ്കാരം കാണിക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് കുറച്ച് സ്വർണം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താവുള്ള ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള പല വർത്തമാനങ്ങളിലേക്കും അത് ഇടവരുത്തും. അപ്പൊ എന്താണെങ്കിലും വിവാഹ വീട്ടിലാണെങ്കിലും വിരുന്ന് വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ പുതിയ വീട് വെച്ചിട്ട് അതിൽ കൂടുന്ന സമയത്താണെങ്കിലും ഏത് പ്രോഗ്രാം നടക്കുകയാണെങ്കിലും ഒരു കണ്ണ് നല്ലതാണ്. നമ്മുടെ മക്കൾ ഇതുപോലെ മക്കൾക്ക് കുറേ സ്വർണ്ണം ഇട്ടിട്ട് കൊണ്ടു നടക്കുന്ന കുറെ ഉമ്മമാരുണ്ട്. ചെറിയ കുട്ടികളായിരിക്കാം, എന്നിട്ട് എന്റെ കുട്ടി ഭയങ്കര മുതലാളിയുടെ അല്ലെങ്കിൽ ഭയങ്കര സമ്പന്നന്റെ മകളാന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കേടാണ് കേട്ടോ. അങ്ങനെയുള്ള അഹങ്കാരത്തിന്റെ ചില ചിന്തകളും ചില പ്രവർത്തികളുമാണ് പിന്നീട് നമുക്ക് ഏറ്റവും വലിയ അപകടങ്ങൾ അനുഭവിച്ചുകൊണ്ട് അസ്വസ്ഥമാകുന്നതും കണ്ണീരായി മാറുന്നതും. അപ്പൊ അതുകൊണ്ട് മക്കളുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിലാണെങ്കിലും അമിതമായിട്ട് സ്വർണത്തിനോടുള്ള ആർത്തിയും ഉപയോഗവും അതൊക്കെ കുറക്കുന്നത് നല്ലതാണ്. മറ്റുള്ളവർ കാണാൻ വേണ്ടി ജീവിക്കുന്ന ഒരു സ്വഭാവം എന്നുള്ളത് മറ്റുള്ളവർ കാണൽ ഒരു പക്ഷെ ചെയ്യുക, മറ്റുള്ളവർക്കിടയിൽ നമ്മൾ വഷളാകുന്ന ഒരവസ്ഥയും അതുപോലെ തന്നെ മാരകമായിട്ടുള്ള അപകടങ്ങളിലേക്കുമാണ് കൊണ്ടെത്തിക്കുക എന്നാണ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. ഓക്കെ, ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ ഇസ്ലാം.